ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഞാൻ ദാ പഴയങ്ങഞ്ഞി ഇന്ന് കുടിക്കാൻ പോകുന്നേ. എല്ലാവരെയും ഒന്ന് കൊതിപ്പിച്ചേക്കാം, ഓടിവായോ. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണില്ലേ പ്ലീസ്. നമുക്ക് ഒരുമിച്ച് പഴയങ്ങഞ്ഞി കുടിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് പഴയങ്ങഞ്ഞി, തൈരൊഴിച്ചു, കാന്താരി, മാങ്ങ അച്ചാർ, മുട്ട, വൻപയർ, ബീഫ്. കഴിക്കട്ടെ. കൊതി വരുന്നുണ്ടോ? നല്ല പീച്ചി കാന്താരി മുളകൊക്കെ പീച്ചി കഴിക്കാം. ആദ്യം കഴിക്കുന്ന കറി എന്തോ ആയിരിക്കും? മുട്ട. ശരിക്കും കൊതി വരുന്നില്ലേ? മോരൊഴിച്ച് കഴിക്കുമ്പോൾ നാടൻ മുട്ട പൊരിച്ചത് വായിലോട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് അപാര ജോലിയാണ്. മീനച്ചാർ എണ്ണ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി എനർജി ഇരിക്കട്ടെ എന്ന് വെച്ചു. പൗഡറൊന്നും ഇട്ടിട്ടില്ല, മുടി ചീയിട്ടില്ല. മീനച്ചാറിനുള്ള സാമഗ്രികളൊക്കെ പൊളിച്ചൊക്കെ വെക്കുമായിരുന്നു. അതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ കഴിച്ചേച്ചങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കണ്ണിപ്പോയി, കണ്ണടച്ച് പിടിച്ചോണ്ട് കഴിക്കാം. ഇപ്പോൾ തുറക്കാൻ പോയാൽ ശരിയായി. ബീഫ് ഇഷ്ടമല്ല, ചുമ്മാ ഒരു ഇതിനെടുത്ത് വെച്ചിരിക്കുക. പയറ്, ബീഫ് ആരന് വേണ്ടി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ശല്യമല്ല, ഇച്ചിരി ചോറും ഇതോടെ കൊടുത്താൽ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി. സൂപ്പർ ടേസ്റ്റി. മോരിൻ്റെ കൂടെ ഇങ്ങനെ പ്രാകരുതേ. അപ്പം ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയാണ് ഓണമുണ്ടൊക്കെ കൊടുത്ത് സ്കൂളിൽ പോയേക്കുന്ന കണ്ടോ? ഷോർട്സും ഫുൾ വീഡിയോ ആരൻ്റെ തന്നെ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി മീനച്ചാർ ഇടുന്നത് ശരിക്കും ഫുൾ വീഡിയോ കാണിക്കാവേ. ബൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ? സമ്മതിച്ചോ? ഹലോ, എത്തിയോ? കേരയും മത്തിയല്ലേ? 2 കിലോ അല്ലേ കേര? ഓക്കെ, താങ്ക് യു. ഗൂഗിൾ പേ ചെയ്തേക്കാവേ. ഹാപ്പി ഓണം. ശരത്തിന് പനിയല്ലേ? പാവം. ഞാൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. ശരി, ബൈ. ഇന്നേ മീനച്ചാർ ഓർഡറുണ്ട്. എന്നെ ദൈവം നടത്തുന്ന ഇങ്ങനെയൊക്കെയാണ്. മീനച്ചാറുകൾ, ഇറച്ചി അച്ചാറുകൾ, ചിക്കനും ബീഫും എല്ലാ ടൈപ്പ് അച്ചാറുകളും, വെജിറ്റബിൾസ് അച്ചാറുകൾ, എല്ലാ ടൈപ്പ് അച്ചാറുകളും ഇട്ട് കൊടുക്കും.
പിന്നെ പലഹാരങ്ങൾ, പിന്നെ എല്ലാ സാധനങ്ങളും പ്രാർത്ഥനയ്ക്കും ചെറിയ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ ചപ്പാത്തിയും കറികൾ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കറി, അങ്ങനെയൊക്കെ എല്ലാം ചെറിയ ചെറിയ ഫംഗ്ഷന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്ന് 1 കിലോ മീനച്ചാർ ഓർഡറുണ്ട്. ആരൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, റാന്നിക്കാരാണ്. അപ്പോൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ 2 കിലോ കേര ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ 2 കിലോ ഇട്ടാലേ 1 കിലോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് പ്രഷർ ഒന്ന് നോക്കിയേക്കാം. അസ്വസ്ഥത. $146.86 കാണാവോ? രാവിലെ നോക്കുമ്പോഴും വൈകിട്ട് നോക്കുമ്പോഴും ഇപ്പം ഇങ്ങനെ ഗുളിക അയച്ചേക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് വേർക്കുന്നേ. പിന്നെ ഒരു ചെറിയൊരു ഇതുപോലൊക്കെ തോന്നിക്കുന്നപ്പം ഞാൻ ഓർത്ത് അങ്ങ് നോക്കിയേക്കാന്ന്. രാവിലെ സാധാരണ നോക്കാറുമില്ല, ഗുളിക കഴിക്കാറുമില്ല. അപ്പം ഇങ്ങനെ വേർത്തപ്പം ഞാൻ ഓർത്തെന്നാൽ നോക്കിയേക്കാം, ഗുളിക കഴിച്ചേക്കാം. എന്തായാലും കഴിച്ചേക്കാം. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. ഇന്നത് ഇതുണ്ടോ വേർക്കുന്ന ഭയങ്കരമായിട്ട് കാണാവോ? അപ്പോഴാണ് ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഒന്ന് നോക്കിയേക്കാം. ഇങ്ങനെ പതിവില്ലാതെ ഇങ്ങനെ വെട്ടി വേർക്കുമ്പോഴേ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. ചുമ്മാ ഞാനൊന്ന് നോക്കിയേക്കാമെന്ന് വെച്ചാൽ